ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പൈസി ചിക്കൻ കറിയാണ്. കാന്താരി ചിക്കൻ. അതിന് വേണ്ടത് 1 കിലോ ചിക്കൻ ഞാൻ ചെറുതാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, ഗ്രീൻ ചില്ലി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ശരിക്കും വേണ്ടത് നമ്മൾക്ക് കാന്താരി മുളകാണ്. കാന്താരി ഇല്ലാത്തവർക്ക് സാധാ പച്ചമുളക് മാത്രമേ എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഉള്ളി ചോപ്പ് ചെയ്തത് 3 എണ്ണം, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ജീരകപ്പൊടി, ഉപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് ഇതിലേക്ക് നമുക്ക് പൊടി മസാലകളായി വേണ്ടത്. അത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് ഒരു 2 തക്കാളി നമ്മളൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പൈസി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ഇനി നമ്മൾ അടുത്തായി ചെയ്യുന്നത്, ഈ പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഒരു പിടി മല്ലിച്ചപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ച് എടുക്കണം. ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് മുളക്, മല്ലിച്ചപ്പ് ഇത് രണ്ടുമാണ് നമ്മൾ അരച്ച് എടുക്കുന്നത്. അത് അരച്ചെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. വളരെ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ അരച്ച് എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ നല്ല ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഉപയോഗിക്കാം. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി നമ്മളിതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അത് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കുക. അത് നല്ല രീതിയിൽ വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് വേപ്പിൻ്റെ ഇല, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ എന്നിവയാണ് ആഡ് ചെയ്യുന്നത്. അത് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കുക. തൽക്കാലം നമ്മൾക്ക് ഒരു 5 മിനിറ്റ് മൂടി വെക്കാവുന്നതാണ്. മൂടി വെക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതാണ്. അത് വീണ്ടും നമ്മൾ മൂടിയെടുത്ത് ഒന്ന് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി വേവിച്ച് എടുക്കുക. നല്ല വഴറ്റി വന്നതിന് ശേഷം നമ്മളതിലേക്ക് പൊടി മസാലകൾ, അത് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ജീരകപ്പൊടി തുടങ്ങിയ ഇതെല്ലാം പൊടി മസാലകളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ വെട്ടിവെച്ച തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. തക്കാളി നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കുക. അതിനുവേണ്ടി നമ്മൾക്ക് 1 സ്പൂണ് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തക്കാളി നല്ല രീതിയിൽ മെൽറ്റായി കിട്ടുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ചിക്കൻ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരു 20 മിനിറ്റ് നേരം നമ്മൾ മൂടി വെച്ച് വേവിക്കുക. ഇതിൽ വെള്ളം ചേർക്കാൻ പാടുള്ളതല്ല. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഈ ചിക്കൻ മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കേണ്ടത്. ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. നമ്മൾ ഈ അരച്ച് വെച്ച ഈ അരപ്പ്, അതായത് ഗ്രീൻ ചില്ലിയുടെയും അല്ലെങ്കിൽ കാന്താരിയുടെയും മല്ലിച്ചപ്പിൻ്റെയും അരപ്പാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതൊരു 3/4 വേവ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ നേരം ഈ അരപ്പ് വെന്ത് കഴിഞ്ഞാൽ ഇതിലെ കളർ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഒരു 3/4 വേവ് ആയതിനു ശേഷം മാത്രമേ അരപ്പ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ഗ്രേവി ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ അരക്കുന്ന സമയത്ത് വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണത്. ഓക്കെ.